പ്രിയപ്പെട്ടവരെ, ഒരു പ്രധാനപ്പെട്ട കാര്യം നിങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. മറ്റൊന്നുമല്ല, ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാവരുടെയും കയ്യിൽ, കേരളത്തിലെ ഒട്ടുമുക്കാൽ ഭാഗം സ്ത്രീകളുടെ കയ്യിലും ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് എത്തിയിട്ടുണ്ട്. കാരണം ഇത് അത്രയും അമൂല്യമായ പ്രഷ്യസ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് കെയർ ആൻഡ് സേഫ്. ഒരു സ്ത്രീക്ക് ജീവിതത്തിൽ ഒരിക്കലും മാറ്റി വെക്കാൻ പറ്റാത്ത അവളുടെ ഒരു വലിയ പ്രശ്നത്തിനുള്ള ഒരു സൊല്യൂഷനാണ് കെയർ ആൻഡ് സേഫ്. പക്ഷെ ഞങ്ങൾ മനസ്സിലാക്കിയെടുത്തോളം ഇന്ന് മിക്കവാറും സ്ത്രീകൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് അവരുടെ കയ്യിൽ കിട്ടിയെങ്കിലും ഇതെന്തിനാണ് ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു മാറി ചിന്തിക്കേണ്ട ആവശ്യം എന്താണെന്നുള്ളത് ഇതുവരേക്കും മനസ്സിലായിട്ടില്ല എന്ന് പലരും പറഞ്ഞ അതിന്റെ ഒരു വെളിച്ചത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം. മറ്റൊന്നുമല്ല, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നത്തിന് എങ്ങനെയാണ് ഇതൊരു സൊല്യൂഷൻ ആകുന്നത്? മറ്റൊന്നുമല്ല, നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഒരു പ്രധാനപ്പെട്ട ഒരു സ്ത്രീ എന്നുള്ള നിലയിൽ നമുക്ക് ഒരിക്കലും മാറ്റിവെക്കാൻ പറ്റാത്ത ഒരു വിഷയമാണ് നമ്മുടെ ജീവിതത്തിലെ പീരീഡ്സ് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളെല്ലാവരും ഇന്ന് ജീവന്റെ വിലയാണ് അതിന് കൊടുത്തുകൊണ്ടിരിക്കുന്നതെന്ന് പല സ്ത്രീകൾക്കും അറിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പൊ എല്ലാവരും ചിന്തിക്കും, എങ്ങനെയാണ് ഇതിന് ജീവന്റെ വില കൊടുക്കുന്നത്? നമ്മളെല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമല്ലേ? പക്ഷെ നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മളെല്ലാവരും ഇന്ന് ഏകദേശം ഒരു മാസം 125 മണിക്കൂറോളാണ് ഒരു സാനിറ്ററി പാഡ് യൂസ് ചെയ്യുന്നത്. ആ സാനിറ്ററി പാഡ് യൂസ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ ശരീരത്തിലേക്ക് പലതരത്തിലുള്ള കെമിക്കലുകൾ, വിഷവാതകങ്ങൾ, അതുപോലെ തന്നെ പലതരത്തിലുള്ള ജെംസ്, നനവുള്ളതുകൊണ്ട് അങ്ങനെ ഒരുപാട് വിഷവാതകങ്ങളും കെമിക്കലുകളും രോഗാണുക്കളും ഈ ഓരോ മാസം 125 മണിക്കൂറിലധികം നമ്മുടെ ശരീരത്തിലേക്ക് ഡയറക്റ്റ് ആയിട്ട് എത്തിച്ചേരുന്ന സമയത്ത് പലതരത്തിലുള്ള രോഗങ്ങളിലേക്ക്, അല്ലെങ്കിൽ പലതരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകളിലേക്ക്, ഈവൻ ഗർഭാശയ ക്യാൻസറിന് വരേക്കും സാധ്യതയുള്ള ഒരു വലിയ വിഷയമായിട്ട് 2022 നവംബർ 23 സകല പത്രങ്ങളും വാർത്താ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും എല്ലാം തന്നെ റിവീൽ ചെയ്തു. ഡൽഹി ആസ്ഥാനമായിട്ടുള്ള ഒരു വലിയ NGO റിപ്പോർട്ട്, ടോക്സിക്സ് ലിങ്ക് എന്ന് പറയുന്ന ഒരു NGOയുടെ റിപ്പോർട്ട് പ്രകാരം നമ്മുടെ രാജ്യത്തെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന 65% സ്ത്രീകളും ഇന്ന് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി നാപ്കിനുകൾ ഉപയോഗിക്കുന്നത് കൊണ്ടാണ് ഒരു 20 വർഷ കാലയളവ് കൊണ്ട് പഴയ കാലങ്ങളിൽ ഇല്ലാത്ത നമ്മുടെ ജീവിതത്തിലെ ഒരു വലിയ പ്രശ്നം, പഴയ കാലങ്ങളിൽ ഇല്ലാത്ത പീരീഡ്സുമായി റിലേറ്റ് ചെയ്തിട്ടുള്ള റെഗുലർ അല്ലാത്ത പീരീഡ്സ് നമ്മളൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. നമ്മുടെ കുഞ്ഞുങ്ങൾക്കെല്ലാം തന്നെ എല്ലാ മാസവും ഒരു സ്ത്രീക്ക് റെഗുലർ ആയിട്ട് ഉണ്ടാവേണ്ട ഒരു പീരീഡ്സ് നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇന്ന് 2-3 മാസമൊക്കെ എത്തുമ്പോഴാണ് ആകുന്നത് തന്നെ 3-4 ദിവസങ്ങൾക്ക് പകരം അത് 10-15 ദിവസങ്ങളൊക്കെ നീണ്ടുപോകുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുന്നു. വളരെ മാരകമായ രീതിയിൽ പെയിൻഫുൾ ആയിട്ടുള്ള PCOD പോലെയുള്ള പ്രശ്നങ്ങൾ, കുഞ്ഞുങ്ങൾ ജനിക്കാനായിട്ട് ഇൻഫെർട്ടിലിറ്റി ക്ലിനിക്കുകളുടെ എണ്ണം, നമ്മുടെ നാട്ടില് കുഞ്ഞുങ്ങളില്ലാത്തതിന് ചികിത്സിക്കുന്ന ആശുപത്രികളുടെ എണ്ണം ഓരോ ദിവസം ചെല്ലുന്തോറും കൂടിക്കൊണ്ടിരിക്കുന്നു. ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് വളരെയധികം ശാരീരിക അസ്വസ്ഥതകൾ അല്ലെങ്കിൽ ജനന വൈകല്യങ്ങളോടുകൂടി നമ്മുടെ നാട്ടിൽ കുഞ്ഞുങ്ങൾ ജനിക്കുന്നു. ഇനി അതിന്റെ ഒപ്പം തന്നെ ഒരു 30-35 വയസ്സാകുമ്പോഴേക്കും ജീവനോളം അമൂല്യമായി കരുതേണ്ട ഒരു സ്ത്രീയുടെ ഗർഭപാത്രം എന്ന അവയവം അവളുടെ ശരീരത്തു നിന്ന് മാറ്റപ്പെടേണ്ട അല്ലെങ്കിൽ മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലേക്ക് നമ്മുടെ സമൂഹത്തിലെ സ്ത്രീകൾ മാറാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണമായിട്ട് ഈ ഒരു റിപ്പോർട്ട് എല്ലാ പത്രങ്ങളും മാധ്യമങ്ങളും സോഷ്യൽ മീഡിയകളും റിവ്യൂ ചെയ്തെങ്കിലും നമ്മുടെ നാട്ടിൽ ഇന്നും ഞാനും നിങ്ങളും ഉൾപ്പെടെയുള്ള എല്ലാ സ്ത്രീകളും ഇന്നും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഇത്തരം മാരകമായിട്ടുള്ള കെമിക്കലുകളുള്ള പാഡുകൾ തന്നെയാണ് എന്നുള്ള ഒരു വലിയ തിരിച്ചറിവാണ് ഇന്ന് നിങ്ങൾ ഓരോരുത്തരുടെയും കൈകളിലേക്ക് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റി വെക്കാൻ പറ്റാത്ത ഒരു കാര്യത്തിന് നിങ്ങളുടെ ജീവൻ വില പറയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോഡക്റ്റ് നിങ്ങളിലേക്ക് എത്തിക്കുന്നതെന്ന് പറഞ്ഞാൽ അത്ര പ്രഷ്യസ് ആയിട്ടുള്ള ഒരു സ്ത്രീയുടെ ജീവന്റെ വിലയുള്ള അമൂല്യമായ ഒരു പ്രോഡക്റ്റ് ആണ് കെയർ ആൻഡ് സേഫ്. ഇനി എങ്ങനെയാണ് ഇത് ഇത്ര വലിയൊരു അമൂല്യമായ പ്രോഡക്റ്റ് ആകുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. ഇതിന്റെ പാക്കിംഗ് തൊട്ടേ നമുക്ക് അത്രമാത്രം പ്രഷ്യസ് ആണ്. കാരണം ഇതൊരു സിപ്ലോക്ക് കവറാണ്. മറ്റുള്ള പാഡുകളെ അപേക്ഷിച്ച് ഒരു പാക്കറ്റിൽ നിന്ന് നമ്മളൊരു പാഡ് എടുത്തതിന് ശേഷം അത് തുറന്നിരിക്കുമ്പോൾ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ അത് ബാഗിൽ ഇട്ടുകൊണ്ട് ഇരിക്കുന്ന സമയത്ത് അത് വളരെയധികം ഈ പറയുന്ന പോലെ നനവ് പറ്റി അല്ലെങ്കിൽ അത് പലതരത്തിലുള്ള ഇൻഫെക്ഷന് കാരണമാകുന്നു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. എന്നാൽ ഇതൊരു സിപ്ലോക്ക് കവറാണ്. ഇതിന്റെ ഉള്ളിൽ ഒരു തരത്തിലും ഈ പറയുന്ന ഈർപ്പം തങ്ങി നിൽക്കാത്ത അലുമിനിയം ഷീറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അലുമിനിയം ഫോയിൽ പേപ്പറാണ്. അതോടൊപ്പം തന്നെ ഓരോന്നും സെപ്പറേറ്റ് പാക്കിങ്ങിലൂടെയാണ് വരുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ബാഗിലിട്ടൊക്കെ ഉപയോഗിച്ചാലും യാതൊരു തരത്തിലും പുറത്തുനിന്നുള്ള, നമ്മൾ ഉപയോഗിക്കുന്നത് വരെ പുറത്തുനിന്നുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല. ഇനി അതോടൊപ്പം തന്നെ നമ്മുടെ ഉപയോഗശേഷം നമുക്കിത് ലോക്ക് ചെയ്ത് വീണ്ടും നമുക്ക് സുരക്ഷിതമായിട്ട് തന്നെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. ഇനി ഇതിന് 2-3 നമ്മുടെ നാട്ടിൽ അവൈലബിൾ ആയിട്ടുള്ള, നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള കുറച്ച് പാഡുകളുമായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് താരതമ്യം ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ കെയർ ആൻഡ് സേഫ് എന്ന് പറയുന്ന ഒരു സാനിറ്ററി പാഡ്. ഇതിന്റെ നടുക്കായിട്ട് നമ്മളൊരു സ്ട്രിപ്പ്
നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റും ഒരു പിങ്ക് ഷെയ്ഡിൽ ഒരു സ്ട്രിപ്പ്. ഇത് വെറുതെ ഒരു സ്ട്രിപ്പ് അല്ല, ഒരു സ്ത്രീയുടെ വജൈനയോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഭാഗത്തായിട്ടാണ് ഈ ഒരു സ്ട്രിപ്പ് വരുന്നത്. സോറി. ഈ സ്ട്രിപ്പിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് പല രാജ്യങ്ങളും ഏറ്റവും സാങ്കേതിക വിദ്യയിൽ ഉയർന്നു നിൽക്കുന്ന രാജ്യങ്ങൾ കണ്ടെത്തിയ അവരുടെ നൂതനമായിട്ടുള്ള ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ ഇതൊരു നാനോ പ്രോസസ്സിംഗിലൂടെ ഇംപ്ലിമെന്റ് ചെയ്ത ഒരു സ്ട്രിപ്പാണിതെന്ന് പറഞ്ഞത്. ഒരു 10ഓളം ടെക്നോളജികളാണ് ഇതിൽ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പവർഫുൾ ആയിട്ടുള്ള ഒരു ആന്റി ഓക്സിഡന്റ് തന്നെയാണ്. ഗ്രീൻ ടീയുടെ പോളിഫിനോൾസ് നമ്മുടെ ഫ്രീ റാഡിക്കൽസിനെ ചെറുത്ത് നിൽക്കാനും ക്യാൻസർ കോശങ്ങളെയൊക്കെ നശിപ്പിക്കാനുമുള്ള കപ്പാസിറ്റി ഉണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഗ്രാഫൈൻ ഓക്സൈഡ് 2010 ഫിസിക്സിൽ നൊബേൽ സമ്മാനം കിട്ടിയ ഒരു ടെക്നോളജിയാണ്. നമ്മുടെ ശരീരത്തിലെ 2 ഹോർമോൺസിന്റെ പ്രൊഡക്ഷൻ ബൂസ്റ്റ് ചെയ്ത് 70 മുതൽ 90% വരെ പീരീഡ്സിന്റെ സമയത്തുണ്ടാകുന്ന വേദനകളെ കുറയ്ക്കാനായിട്ട് നമ്മളെ സഹായിക്കും. ഒരു ആനയോൺ സ്ട്രിപ്പ് ഇതിനകത്ത് ഇംപ്ലിമെന്റ് ചെയ്തിട്ടുണ്ട്. ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ആണ്. ഒരു മാഗ്നറ്റിക് സ്ട്രിപ്പ് ഉണ്ട്. നമുക്ക് വജൈനയുടെ ഭാഗത്തുള്ള pH ലെവൽ ബാലൻസ് ചെയ്യാനായിട്ട് ബയോ എൻസൈമിന്റെ പ്രൊഡക്ഷൻ കൂട്ടി നമ്മൾ അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നാനോ സിൽവർ ടെക്നോളജി, ഫാർ ഇൻഫ്രാറെഡ് റേസ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അലോവേരയുടെ എക്സ്ട്രാക്ട് കൂടി. നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ സ്കിന്നിന് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വൈറ്റമിൻ ഇയുടെ കലവറയാണ് കറ്റാർവാഴ അല്ലെങ്കിൽ അലോവേര. ഇതിനകത്ത് അതിന്റെ ഒരു എക്സ്ട്രാക്ട് കൂടി ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പഴയ പാഡുകളൊക്കെ നമ്മൾ ഉപയോഗിച്ച് നമ്മുടെ ആ വജൈനയുടെ ഭാഗത്തുള്ള ചൊറിച്ചില്, ഇൻഫെക്ഷൻ, അതുപോലെയുള്ള പല പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു കറ്റാർവാഴ, അതായത് നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് തന്ന് നമ്മുടെ ഒരു അസ്വസ്ഥതകളെ എല്ലാം മാറ്റാനായിട്ട് നമ്മളെ ഈ ഒരു സാനിറ്ററി നാപ്കിൻ സഹായിക്കും എന്നുള്ളതാണ് ഇതിന്റെ എടുത്തു പറയാവുന്ന അല്ലെങ്കിൽ നമുക്ക് മാറ്റിവെക്കാൻ പറ്റാത്ത ഏറ്റവും വലിയൊരു പ്രത്യേകതയാണ്. ഒരു സ്ത്രീയുടെ ശരീരത്തിന് യാതൊരു തരത്തിലുള്ള ദോഷങ്ങളില്ലാത്ത 100% ബ്രീത്തബിൾ കോട്ടൺ മെറ്റീരിയൽ ആണ് ഇതിനു വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ നാട്ടിലുള്ള നമുക്ക് എല്ലാവർക്കും അറിയാം, നമുക്ക് പ്ലാസ്റ്റിക് ബാൻ ചെയ്ത കാര്യം നിങ്ങൾ എല്ലാവരും അറിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്തിനു വേണ്ടിയിട്ടാണ് പ്ലാസ്റ്റിക് ബാൻ ചെയ്തതെന്ന് വെച്ചാൽ നമുക്ക് അതിനും ഉത്തരവുണ്ട്. 52 തരത്തിലുള്ള ക്യാൻസറുകളാണ് പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തിലൂടെ നമ്മുടെ ശരീരത്തിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ എല്ലായിടത്തും ബാൻ ചെയ്തപ്പോഴും നമ്മുടെ നാട്ടിലെ പ്രമുഖ ബ്രാൻഡുകളുടെ എല്ലാം, നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന പ്രമുഖ ബ്രാൻഡുകളുടെ എല്ലാം ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞാൽ അത് പ്ലാസ്റ്റിക് ഷീറ്റുകൾ തന്നെയാണ്. ഒരു സ്ത്രീയുടെ ശരീരം ഏറ്റവും ചൂടായിട്ടിരിക്കുന്നതും ബ്ലഡിന്റെ ചൂടും എല്ലാം കൂടെ അതിൽ നിന്നും മാരകമായിട്ടുള്ള വിഷവാതകങ്ങളാണ്. ഡയോക്സിനും കാർബൺ മോണോക്സൈഡും ഒക്കെ പോലെയുള്ള പലതരത്തിലുള്ള വിഷവാതകങ്ങളാണ് ഒരു സ്ത്രീയുടെ വജൈനയിലൂടെ നേരെ യൂട്രസിലേക്ക് എത്തുന്നതെന്ന് പറഞ്ഞ്. അതോടൊപ്പം തന്നെ പ്ലാസ്റ്റിക്കിനെ സോഫ്റ്റ് ആക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഫാലൈറ്റ്സ് എന്ന് പറയുന്ന കെമിക്കൽസ്, അതോടൊപ്പം സുഗന്ധത്തിന് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന വോളട്ടൈൽ ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന് പറയുന്ന കെമിക്കൽസ്, അങ്ങനെ 13ഓളം കെമിക്കലുകളും 2 വിഷവാതകങ്ങളും ഡയറക്റ്റ് ആയിട്ട് ഒരു സ്ത്രീയുടെ വജൈനയിലൂടെ യൂട്രസിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. 1-2 മണിക്കൂറല്ല എന്റെ പ്രിയപ്പെട്ടവരെ, 125-ലധികം മണിക്കൂറുകളാണ് നിങ്ങൾ ഓരോ മാസവും ഈ സാനിറ്ററി പാഡ് ഉപയോഗിക്കുന്ന 52 തരത്തിൽ ക്യാൻസർ ഉണ്ടാക്കാൻ സാധ്യതയുള്ള വിഷവാതകങ്ങളും മാരകമായ കെമിക്കലുകളും. ഒരു 10 വയസ്സായ കുഞ്ഞത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ 20 വയസ്സായി 10 വർഷം തുടർച്ചയായി അവൾ 125 മണിക്കൂറുകൾ വെച്ച് ഇത് ഉപയോഗിക്കാൻ തുടങ്ങുമ്പോൾ എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾക്ക് പീരീഡ്സ് റെഗുലർ ആകുക? എങ്ങനെയാണ് നമ്മുടെ നാട്ടിലെ കുഞ്ഞുങ്ങൾ പ്രസവിക്കുക? എങ്ങനെയാണ് ആരോഗ്യമുള്ളൊരു കുഞ്ഞിനെ പ്രസവിക്കാനായിട്ട് സാധിക്കുക? ഒരമ്മമാരെന്ന നിലയിൽ നിങ്ങൾ എല്ലാവരും ചിന്തിക്കേണ്ട ഒരു വലിയ വിഷയത്തെ കുറിച്ചാണ് പറയുന്നത്. നമുക്കൊരു ചെറിയ ഒരു ഡെമോയും കൂടെ ഒരു ചെറിയൊരു കമ്പാരിസണും കൂടെ ചെയ്ത് നോക്കാം. മറ്റൊന്നുമല്ല, നമ്മുടെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് നനവുള്ളിടത്ത് എന്തായാലും ഈർപ്പമുള്ളിടത്ത് രോഗാണുക്കൾ ഉണ്ടാവുന്നത്. നമ്മുടെ നാട്ടില് നമ്മള് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷന്റെ ഒരു റിപ്പോർട്ട് പറയുന്നത് 2 മണിക്കൂർ മാത്രമേ ഈ പറയുന്ന ഒരു സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. 2 മണിക്കൂർ ഉപയോഗിക്കുമ്പോൾ പോലും ഈ പറയുന്ന 1 ക്യൂബിക് സെന്റിമീറ്ററിൽ 107 രോഗാണുക്കളാണ് ഉണ്ടാകുക. ഒരു ചെറിയ ഒരു സ്പോട്ടിൽ മാത്രമേ ബ്ലഡ് ഉള്ളെങ്കിൽ പോലും അത്രമാത്രം രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്. ഈ നമ്മുടെ എല്ലാവരുടെയും ഇൻഫർമേഷൻ സോഴ്സ് എന്ന് പറയുന്നത് ഗൂഗിൾ ആണ്. നമ്മൾ ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം, ഹൗ മെനി അവേഴ്സ് വി ക്യാൻ യൂസ് എ സാനിറ്ററി നാപ്കിൻ, എത്ര മണിക്കൂർ എനിക്കൊരു സാനിറ്ററി നാപ്കിൻ ഉപയോഗിക്കാൻ. ഗൂഗിൾ നിങ്ങൾക്ക് തരുന്ന ഉത്തരം മാക്സിമം ഒരു 3 to 4 hours എന്നായിരിക്കും. മാക്സിമം ഒരു 3-4 മണിക്കൂർ. അങ്ങനെയാണെങ്കിൽ ഒരു ദിവസം നിങ്ങൾ ഒരു 24 മണിക്കൂറുള്ള ഒരു ദിവസത്തിൽ നിങ്ങൾ ഒരു 6 പാഡെങ്കിലും മാറേണ്ടതായിട്ടുണ്ട്. നിങ്ങളൊന്ന് ചിന്തിച്ചു വെക്കുക. നിങ്ങളുടെ ഇന്ന് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആയിരിക്കുന്ന നിങ്ങളുടെ പാക്കറ്റുകൾ എടുത്ത് നോക്കിയാൽ ഓരോ പാക്കറ്റും ഇന്ന് 6-7 എണ്ണത്തിന്റെ പാക്കറ്റുകളായിരിക്കും നമ്മുടെ കയ്യിലേക്ക് കിട്ടുക. എന്റെ പ്രിയപ്പെട്ട സ്ത്രീ സമൂഹം, അതായത് എന്റെ സഹോദരിമാരുണ്ടാവും, അല്ലെങ്കിൽ എന്റെ എന്താ പറയാ കുഞ്ഞു മക്കളൊക്കെ ഉണ്ടാവും. അവർ ചിന്തിക്കേണ്ട കാര്യം, ഒരു മാസത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന 6-7 പാഡുകളുടെ പാക്കറ്റ് ഒരു ദിവസത്തിൽ
ദിവസത്തേക്ക് നമുക്ക് ഉപയോഗിക്കാനുള്ള ഡെയിലി പാക്കറ്റുകളാണെന്നുള്ളൊരു കാര്യം നമ്മൾ ആരും അറിയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. ഇനി ഈ പറയുന്ന ചെറിയ ഒരു നേരിയൊരു പ്രവാഹം ഉണ്ടെങ്കിൽ പോലും, ഒരു ചെറിയ സ്ഥലത്ത് മാത്രമാണ് ബ്ലഡിന്റെ ഒരു സ്റ്റെയിൻ ഉള്ളതെങ്കിൽ പോലും ടോക്സിക് ഷോക്ക് സിൻഡ്രോം പോലെയുള്ള മാരകമായ ഒരു രോഗത്തിലേക്ക് നമ്മളെ നയിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനാണെങ്കിൽ നനവ്, രാവിലെ ഒരു കുഞ്ഞ് സ്കൂളിൽ പോകുമ്പം ഒരു പാഡ് ഉപയോഗിച്ചാൽ വൈകിട്ട് വരുമ്പോഴാണ് ആ പാഡ് അവര് തിരിച്ച് മാറ്റുക എന്നുള്ളത്. അപ്പൊ അത്രമാത്രം സമയം അത് ഉപയോഗിക്കുമ്പം മാരകമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്കാണ് നമ്മുടെ കുഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക. ഒരു ചെറിയ ഒരു ഡെമോയും കൂടെ നമുക്ക് നോക്കാം. ഇത് ഒരു 60 ml വെള്ളം കൊള്ളുന്ന ഒരു സിറിഞ്ചാണ്. നമ്മുടെ നാട്ടിലെ ഏറ്റവും മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ഒരു 2 പാഡുകളോടാണ് ഞാൻ ഇത് കമ്പയർ ചെയ്യുന്നത്. നമുക്ക് ഈ ഒരു കെയർ ആൻഡ് സേഫിന്റെ പാഡിലോട്ടും ഞാൻ ഈ ഒരു വെള്ളം ഒഴിച്ചു. അതേ സെയിം 60 ml വെള്ളം തന്നെ ഞാൻ ഈ പറയുന്ന മറ്റു 2 പാഡുകളിലേക്കും ഒന്ന് ഒഴിക്കുകയാണ്. 2 പാഡുകളിലേക്കും ഈ പറയുന്ന 60 ml വെള്ളം തന്നെ ഒഴിക്കുകയാണ്. ഇത് കാണാൻ സാധിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള 3 പാഡുകൾ നമ്മുടെ കെയർ ആൻഡ് സേഫിനോടൊപ്പം തന്നെയാണ്. നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന 2 പാഡുകളും കൂടെയാണ് നമ്മൾ കമ്പാരിസന് വേണ്ടി എടുത്തത്. 3ലും ഞാൻ ഒരുപോലെ തന്നെ 60 ml വെള്ളമാണ് ഒഴിച്ചത്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ മാർക്കറ്റിലുള്ള ഒരു പ്രധാനപ്പെട്ട, ഇന്ന് സ്ത്രീകളിൽ ഭൂരിഭാഗം ഉപയോഗിക്കുന്ന ഒരു സാനിറ്ററി നാപ്കിനാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് അമർത്തിയിട്ടേ ഉള്ളൂ. നിങ്ങൾക്കിത് കാണാൻ സാധിക്കുമെന്ന് എനിക്കറിയില്ല. ഈ ഒരു ടിഷ്യൂ പേപ്പർ മുഴുവൻ നനഞ്ഞാണ് ഇരിക്കുന്നത്. ഇനി അടുത്ത ഒരു ഇതും കൂടെ നമുക്കൊന്ന് നോക്കാം. അടുത്ത നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള അടുത്ത ഒരു സാനിറ്ററി നാപ്കിനാണ്. അതിന്റെ അവസ്ഥ ഇതാണ്, നമുക്ക് കണ്ടാൽ അറിയോ. ഇനി അടുത്ത നമ്മുടെ കെയർ ആൻഡ് സേഫ് കൂടെ നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. കെയർ ആൻഡ് സേഫിന്റെ സാനിറ്ററി നാപ്കിനും കൂടെ നമുക്കൊന്ന് അതേപോലെ തന്നെ നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. ഞാൻ നന്നായിട്ട് അമർത്തുന്നുണ്ട്, നിങ്ങൾക്ക് എത്രത്തോളം അത് മനസ്സിലാവുമെന്ന് എനിക്കറിയില്ല. കെയർ ആൻഡ് സേഫിന്റെയും കൂടെയാണ് നമ്മളിപ്പം ടച്ച് ചെയ്തത്. ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, ഒരു തരി പോലും വെള്ളത്തിന്റെ അംശമില്ല. ഇനി എത്രമാത്രം നമ്മൾ ഇത് ചെയ്ത് നോക്കിയാലും ഒരു തരി പോലും വെള്ളം ഇതിനകത്ത് ആകില്ല. ഇതൊക്കെയാണ് നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ ഉപയോഗിക്കുന്ന പാഡ് എന്ന് പറഞ്ഞാൽ. എൻ്റെ കൈമ മുഴുവൻ വെള്ളമാണ്, ഇതിനകത്ത് നോക്കിയാലും അതുപോലെ തന്നെ വെള്ളമാണ്. അപ്പൊ ഇത്രയും നനവോട് കൂടിയിട്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ ഇത് ഉപയോഗിക്കുന്ന സമയത്ത് കോടിക്കണക്കിന് രോഗാണുക്കളാണ് അവരുടെ ശരീരത്തിലേക്ക് അല്ലെങ്കിൽ നേരെ യൂട്രസിലേക്ക് എത്തുക എന്നുള്ളത്. ഇനി അടുത്ത ഒരു ടെസ്റ്റും കൂടെ കാണിക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ കൺഫർമേഷൻ ആവാൻ വേണ്ടിയിട്ടാണ്. ഇതാണ് ആ ഒരു പാഡിന്റെ ഉള്ളിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞ ഒരു സ്ട്രിപ്പ് എന്ന് പറഞ്ഞത്. ഈ ഒരു സ്ട്രിപ്പിനകത്താണ് ഈ പറയുന്ന ടെക്നോളജികളെല്ലാം തന്നെ ഇംപ്ലിമെന്റ് ചെയ്തത്. നമുക്ക് എല്ലാവർക്കും അറിയാം, ഈ ഒരു സ്ട്രിപ്പിനകത്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഇംപ്ലിമെന്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇതിനകത്ത് ഇത്രയും റിസൾട്ട് ഒക്കെ ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കും. ഒരു ചെറിയൊരു ടെസ്റ്റും കൂടെ ഞാൻ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഒരു ആന്റി ഓക്സിഡന്റ് ടെസ്റ്റ് ആണ് ഇത്. ഓൾറെഡി ഒരു ബെറ്റാഡിൻ സൊല്യൂഷൻ ആണ്. ഇതിനകത്ത് പൊവിഡോൺ അയഡിൻ എന്ന് പറയുന്ന ഒരു ഓക്സിഡന്റ് ഉണ്ട്. നമുക്ക് ആ ഓക്സിഡന്റിനെ ഒന്ന് നമ്മൾ ഈ ഒരു വെള്ളത്തിലേക്ക് ഒന്ന് ഇത് ചെയ്തു. ഇനി നമുക്ക് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എന്തെങ്കിലും ഒരു മാറ്റം, ഇതൊരു ആന്റി ഓക്സിഡന്റ് പവറാന്ന് പറഞ്ഞു. ഈ ഓക്സിഡന്റിനെ നശിപ്പിക്കാനായിട്ട് അല്ലെങ്കിൽ ഇതിന് എന്തെങ്കിലും സംഭവിക്കുമെന്ന് നമുക്കൊന്ന് നോക്കാം. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ ആ ഒരു കാര്യത്തെ നമ്മളൊന്ന് നോക്കിയാൽ നമ്മുടെ ബ്ലഡിൽ എന്തെങ്കിലും തരത്തിലുള്ള നമുക്ക് ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്യുന്ന ബാക്ടീരിയ അല്ലെങ്കിൽ അതുപോലത്തെ എന്തെങ്കിലും ഒരു ഇൻഫെക്ഷൻ ഉണ്ടെങ്കിൽ അതിനെ 100% പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ടുള്ള അത്രയും സേഫ് ആയിട്ടുള്ള അത്രയും മെഡിസിൻ എഫക്റ്റുകളുള്ള ഒരു സ്ട്രിപ്പാണ് എന്നുള്ളതാണ്. ഇനി നമുക്ക് ഈ ഒരു കാര്യം കൂടെ ഒന്നുകൂടെ ഞാൻ നിങ്ങളെ ഇതൊക്കെ ഒന്ന് നമ്മൾ ഇന്ന് വരെ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാത്ത കുറച്ച് കാര്യങ്ങളും കൂടെ, ഇതിപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് ശരിയാണോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇതൊന്ന് ഞാനൊന്ന് കീറി നിങ്ങളെ ഒന്ന് കാണിച്ചു തരാണ്. ഇതൊന്ന് കെയർ ആൻഡ് സേഫിന്റെ നാപ്കിനാണ് ആദ്യം നമ്മൾ ഇത് ചെയ്യണത്. ഇതിന്റെ ഏറ്റവും ആദ്യത്തെ ഷീറ്റ് എന്ന് പറഞ്ഞാൽ 100% കോട്ടൺ മെറ്റീരിയലാണ്. 100% കോട്ടൺ ആണ്. യാതൊരു തരത്തിലുള്ള നമ്മുടെ ശരീരത്തിന് ദോഷം ചെയ്യാത്ത ബ്രീത്തബിൾ കോട്ടൺ മെറ്റീരിയൽ ആണ് ഉപയോഗിച്ചത്. രണ്ടാമത് ഇതിന്റെ ഉള്ളിലുള്ളതെല്ലാം ഫെദർ കോട്ടൺ, അതുപോലെ തന്നെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലുകളാണ്. ഇതിന്റെ അബ്സോർഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരിക്കുന്ന സോഡിയം ക്ലോറൈഡ് ബേസ് ആയിട്ടുള്ള സുമിറ്റോമോ എന്ന് പറയുന്ന ജാപ്പനീസ് ടെക്നോളജിയിലുള്ള ഒരു ജെല്ലാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഓൾറെഡി ഇതിനകത്ത് നമുക്കറിയാം, നമ്മൾ ഒരു 60 ml വെള്ളമാണ് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചത്. ഇനി ഇതിന്റെ അബ്സോർഷൻ കപ്പാസിറ്റി ഒന്നുകൂടെ നമുക്കൊന്ന് നോക്കാം. ഈ ഗ്ലാസ്സിൽ ഏകദേശം ഒരു 100 ml ഒരു ഈ ഗ്ലാസ് ഒരു 200 ml ഗ്ലാസ് ആണ്. ഒരു 100 ml വെള്ളം ഇതിനകത്തുണ്ട്.
നമുക്ക് ഈ ഒരു 60 ml ജെല്ല് ഞാൻ ഈ ഒരു 100 ml ഉള്ള ഈ ഒരു ഗ്ലാസ്സിലോട്ട് ഇട്ടു. അതിൻ്റെ ഒപ്പം തന്നെ വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ അതിനകത്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിൻ്റെ ഒപ്പം തന്നെ നമ്മൾ ഉപയോഗിക്കുന്ന പാഡുകളും കൂടെ നമുക്കൊന്ന് കമ്പയർ ചെയ്ത് നോക്കാം. ഇതാണ് ഇതിന്റെ ഫസ്റ്റ് ലെയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കുറച്ച് നാളുകളായിട്ട് നമ്മൾ ഈ പ്ലാസ്റ്റിക് ഒക്കെ ഉപയോഗിക്കുമ്പം ഇത്തരത്തിലുള്ള കെമിക്കലൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലെ സ്ത്രീകൾക്കെല്ലാം വജൈനയുടെ ഭാഗത്ത് ചൊറിച്ചിൽ, ഇൻഫെക്ഷൻ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന് കമ്പനികൾ ജസ്റ്റ് ഒന്നുകൂടെ ഒന്ന് മറികടന്ന് ഇത് കോട്ടൺ ആണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ കോട്ടൺ അല്ല, പ്ലാസ്റ്റിക് ആണോ എന്ന് വെച്ചാൽ പ്ലാസ്റ്റിക് അല്ലാത്ത തരത്തിൽ ഇതിന്റെ രണ്ടിന്റെയും ഇടയിലുള്ള ഒരു മെറ്റീരിയൽ കൊണ്ട് ഒരു പുതിയ തന്ത്രമാണ് പരീക്ഷിച്ചതെന്ന് പറഞ്ഞാൽ ഇതാണ് ഇതിന്റെ ഫസ്റ്റ് സ്റ്റിക്ക്. ഇന്ന് ഏറ്റവും കൂടുതൽ സ്ത്രീകൾ ഉപയോഗിക്കുന്ന ഒരു സാനിറ്ററി നാപ്കിനാണിത്. ഇതിന്റെ ഫ്രണ്ട് ലെയർ ആണിത്. ഇനി രണ്ടാമത് അബ്സോർഷന് വേണ്ടിയിട്ട് ഉപയോഗിച്ച സാധനം കൂടെ നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം. ഇതാണ് അബ്സോർഷന് വേണ്ടി ഉപയോഗിച്ച ഒരു സാധനം എന്ന് പറഞ്ഞാൽ, ഇവിടെ നമ്മൾ കെയർ ആൻഡ് സേഫിന്റെ ഇതാണ് വിത്തിൻ സെക്കൻഡ് കൊണ്ട് തന്നെ ഇത് ഈ പറയുന്ന നമ്മുടെ ഗ്ലാസ്സിലുണ്ടായിരുന്ന 100 ml വെള്ളം കൂടെ അബ്സോർബ് ചെയ്ത് ഒരു തരി പോലും നനവില്ല. ഇനി ഇതിനകത്ത് എന്താണ് ഉപയോഗിച്ചതെന്ന് നമുക്ക് നോക്കാം. ഇതാണ് അതിനകത്ത് അബ്സോർബന്റ്. ഈ പറയുന്ന ആ വെള്ളം കൂടെ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ രാവിലെ സ്കൂളിൽ വെച്ചുകൊണ്ടുപോയി വൈകുന്നേരം വരുമ്പോൾ ഇതേ അവസ്ഥയിലായിരിക്കും അവർ തിരിച്ചു വരുന്നതെന്ന് പറഞ്ഞാൽ അതും കൂടെ ഞാൻ ഇതിനകത്തോട്ടൊന്ന് ഒഴിക്കുകയാണ്. ഇനി ഈ സാധനം എന്താണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെയൊക്കെ വീടുകളിൽ നിന്ന് തിരിച്ചു പോകുന്ന, നമ്മളൊക്കെ തിരിച്ചു കൊടുക്കുന്ന പേപ്പറുകൾ റീസൈക്കിൾ ചെയ്ത് വരുന്ന ടിഷ്യൂ പേപ്പറാണ് ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് നമുക്കറിയാം ഓൾറെഡി കാർബൺ മഷി, അതോടൊപ്പം അതിനെ ശുദ്ധീകരിക്കാൻ ഉപയോഗിക്കുന്ന ക്ലോറിൻ. ഇനി അടുത്തൊരു നാപ്കിനും കൂടെ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നമ്മുടെ മാർക്കറ്റിൽ മിക്കവാറും സ്ത്രീകളൊക്കെ ഉപയോഗിക്കുന്ന ഒരു സാനിറ്ററി നാപ്കിനാണ്. ഇത് നമുക്കൊന്നും പറയാനില്ല. ഇതിന്റെ ഫസ്റ്റ് ഷീറ്റ് എന്ന് പറഞ്ഞാൽ പ്ലാസ്റ്റിക് തന്നെയാണ്. ഇന്ന് ഒരുപാട് സ്ത്രീകൾക്ക് അവരുടെ ജീവിതത്തിലെ വലിയ പ്രശ്നങ്ങൾക്ക് കാരണക്കാരനായിട്ടുള്ള ഒരു പാഡാണ് എൻ്റെ കയ്യിലിരിക്കുന്നത്. ഇത് നമുക്കറിയാം, ചൂട് ബ്ലഡും ചൂടുള്ള ശരീരവും ഒക്കെ ആകുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി ഇതിൽ നിന്ന് ഈ പറയുന്ന വിഷവാതകങ്ങൾ നേരെ നമ്മുടെ കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ ശരീരത്തിലേക്ക് ചെല്ലുന്നു. പലതരത്തിലുള്ള അസ്വസ്ഥതകൾ നമുക്കുണ്ടാകുന്നു. ഇതാണ് ഇതിനകത്തെയും അബ്സോർബന്റ്. ഇതും നമുക്ക് ഈ ഒരു ഗ്ലാസ്സിലോട്ട് തന്നെ നമുക്ക് നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വൈകുന്നേരം സ്കൂളിൽ നിന്ന് വരുമ്പോഴുള്ള അവസ്ഥയാണ് ഇത്. ഇതും എന്താണെന്ന് നോക്കിയാൽ അത് തന്നെ സെയിം തന്നെ. ഇതും ടിഷ്യൂ പേപ്പർ തന്നെയാണ്. നമ്മുടെ വീടുകളിൽ നിന്നൊക്കെ തിരിച്ചു പോകുന്ന കാർബൺ മഷി കലർന്ന ക്ലോറിൻ ശുദ്ധീകരിക്കാൻ ഉപയോഗിച്ച ഈ പറയുന്ന, നമ്മളൊന്ന് ചിന്തിച്ചു വെക്കുകയും 2 പ്ലാസ്റ്റിക് ഷീറ്റുകളുടെ ഉള്ളിൽ ഒരു 2-3 ഈ പറയുന്ന ടിഷ്യൂ പേപ്പർ നിറച്ചു വെച്ചിട്ടാണ് നമ്മുടെ കുഞ്ഞുങ്ങളെ അല്ലെങ്കിൽ കേരളത്തിലെ തലമുറയെ തന്നെ ഇല്ലാതാക്കാനായിട്ടുള്ള ഒരു വലിയ വിപത്തിനാണ് ഇന്ന് നമ്മുടെ നാട്ടിലുള്ള ഓരോ അമ്മമാരും. നിങ്ങൾ ഗുരു എന്ന് പറഞ്ഞൊരു സിനിമ കണ്ടിട്ടുണ്ടാവും. ആ സിനിമയുടെ ഇതിവൃത്തം ഒരു നാട്ടിലെ മുഴുവൻ ആളുകൾക്കും കണ്ണറിയാൻ വയ്യാത്തതാണ്. എന്താണ് കണ്ണറിയാൻ വയ്യാത്തതെന്ന് വെച്ചാൽ ഒറ്റ കാരണമേ ഉള്ളൂ, ആ നാട്ടിലെ ഒരു ആചാരമാണ്. ഒരു കുഞ്ഞ് ജനിക്കുമ്പം ആ കുഞ്ഞിന്റെ വായിലോട്ട് ഇറ്റ് കൊടുക്കുന്നത് ആ നാട്ടിലെ ആചാരപ്രകാരം ഇലാമ പഴത്തിന്റെ നീരാണ്. അമ്മ അറിഞ്ഞുകൊണ്ടല്ല അത് ചെയ്യുന്നത്, അമ്മയ്ക്ക് അറിയാതെ തന്നെ അമ്മ കുഞ്ഞിന്റെ വായിലോട്ട് ഒഴിച്ചു കൊടുക്കുക. നമ്മുടെ നാട്ടില് 10 വയസ്സാകുമ്പോഴത്തേനും പീരീഡ്സ് ആവുന്ന ഒരു കുഞ്ഞിന്റെ കൈകളിലേക്ക് അമ്മ കംഫർട്ടബിളിന് വേണ്ടിയിട്ട് വെച്ചു കൊടുക്കുന്ന ഇതുപോലുള്ള ഒരു സാനിറ്ററി നാപ്കിൻ നമ്മുടെ കുഞ്ഞിന്റെ ജീവിതം തന്നെ നശിപ്പിക്കാൻ കാരണമാകുന്നു എന്ന് ഓരോ അമ്മയെയും തിരിച്ചറിയിക്കുക എന്നുള്ളതാണ് ഇന്ന് കെയർ ആൻഡ് സേഫ് എന്ന് പറയുന്ന പ്രസ്ഥാനം നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് നിങ്ങൾക്ക് ഇന്ന് ഈ പറയുന്ന കെയർ ആൻഡ് സേഫ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മാർക്കറ്റിൽ ഇന്ന് ഇത് അവൈലബിൾ അല്ല നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട്. വെറും തുച്ഛമായ വിലയ്ക്ക് ഏതൊരു സാധാരണക്കാരിക്കും അവരുടെ ജീവൻ, അല്ലെങ്കിൽ ഏതൊരു വീടിനും ഒരു സ്ത്രീ അല്ലെങ്കിൽ അമ്മ അല്ലെങ്കിൽ മകള് പ്രഷ്യസ് ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും അഫോർഡബിൾ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു വലിയ തിരിച്ചറിവ് നൽകിക്കൊണ്ടാണ് കെയർ ആൻഡ് സേഫ്. പരസ്യങ്ങളിലൂടെയല്ല, പരസ്യ കമ്പനികൾക്ക് കോടികൾ കൊടുക്കുന്നില്ല. ഇതിനെല്ലാം പകരം തന്നെ നിങ്ങളുടെ ജീവനാണ് ഈ പറയുന്ന കെയർ ആൻഡ് സേഫ് വിലമതിക്കുന്നത്. അതുകൊണ്ട് തന്നെ പരസ്യങ്ങളില്ലാതെ ഓരോ കുടുംബങ്ങളിലേക്കും അവർക്ക് ഒരിക്കലും വേണ്ട എന്ന് വെക്കാൻ പറ്റാത്ത കാര്യത്തിന് ജീവന്റെ വിലയ്ക്ക് പകരമായിട്ട് ഇന്ന് കെയർ ആൻഡ് സേഫ് നിങ്ങളുടെ അടുത്തേക്ക് എത്തുകയാണ്. അപ്പൊ വളരെ തുച്ഛമായ 80 മുതൽ 130 രൂപ വരെ ഉള്ള ഒരു മാസത്തെ നമുക്ക് ഈ പറയുന്ന ഈ പാഡ് ഉപയോഗിക്കാനായിട്ട് നമുക്ക് വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് വെറും 80 രൂപ മുതൽ 130 രൂപ വരെയാണ്. ഇത് 5 മാസത്തേക്കുള്ള ഒരു കോഴ്സായിട്ടാണ്. കാരണം ഇതിനകത്ത് ഇത്രയും മെഡിസിൻ എഫക്റ്റുകൾ എല്ലാം ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു കോഴ്സായിട്ട് ഒരു 3 to 5 months എങ്കിലും നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് 5 മാസത്തെ കോഴ്സായിട്ട് 40 പാഡുകളാണുള്ളത്. ഒരു ദിവസത്തേക്ക് നമുക്ക് 2 പാഡ് വെച്ച് ഉപയോഗിക്കാം. അങ്ങനെ ഒരു 8 പാഡ് ഒരു മാസത്തേക്ക്, നമുക്ക് 5 മാസത്തേക്ക് 40 പാഡുകൾ. ഇതിനകത്ത് 3 സൈസും അവൈലബിൾ ആണ്. നമ്മുടെ ഇഷ്ടാനുസരണം ബ്ലീഡിങ്ങിന്റെ തോതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഗുണകരമായിട്ടുണ്ട് എന്ന് ഞാൻ തീർച്ചയായിട്ടും വിശ്വസിക്കുന്നു. എന്തെങ്കിലും
സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഈ വീഡിയോ അയച്ചു തരുന്നവരുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെടാം. അവരിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സംശയങ്ങൾക്കെല്ലാം ഉത്തരം ലഭിക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും ഇത് നിങ്ങളിൽ അവസാനിക്കാനുള്ളതല്ല. നമ്മുടെ ചുറ്റുപാടുമുള്ള എല്ലാ സ്ത്രീകളിലേക്കും നിങ്ങൾ ഇത് വ്യാപിപ്പിക്കണം. ഓരോ സ്ത്രീയുടെയും ജീവന്റെ വിലയാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. തീർച്ചയായിട്ടും ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു. അപ്പോൾ തീർച്ചയായിട്ടും ഇതുവരേക്കും നിങ്ങളുടെ കൈകളിലേക്ക് ജീവന്റെ വിലയുള്ള കെയർ ആൻഡ് സേഫ് എത്തിയിട്ടില്ല എങ്കിൽ നിങ്ങൾ നമുക്കുള്ള ഓൺലൈൻ ഫെസിലിറ്റി ഉപയോഗപ്പെടുത്തണം. ഇന്ത്യയിൽ എവിടെയാണ് നിങ്ങൾ താമസിക്കുന്നതെങ്കിലും നിങ്ങൾക്ക് 3 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ കൈകളിൽ എത്താനുള്ള സംവിധാനങ്ങളുണ്ട്. ഈ സ്ക്രീനിൽ കാണുന്ന RA അസോസിയേറ്റ്സ് എന്ന ഫോൺ നമ്പറുമായിട്ട് നിങ്ങൾക്ക് ബന്ധപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ കൈകളിലേക്ക് ഈ കെയർ ആൻഡ് സേഫ് എത്തുന്നതായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും കേട്ട വിവരങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കൊരു തിരിച്ചറിവായി മാറട്ടെ. ദൈവം നിങ്ങളുടെ എല്ലാവരെയും ജീവനെ കാത്തു പരിപാലിക്കട്ടെ. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സോ മച്ച്.